ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് സെമസ്റ്റർ എംകോമിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 അതായത് തൊട്ട് മുന്നത്തെ വർഷം നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 വെയിറ്റേജും 3 വെയിറ്റേജും എസ്സേ പാർട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിരിക്കുന്നവരായിരിക്കും. നിങ്ങൾ എന്താ പറയുക, ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പം ആദ്യം എസ്സേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പിന്നെ 3 വെയിറ്റേജ്, പിന്നെ 2 വെയിറ്റേജ്, ഈ ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. 2 വെയിറ്റേജ് എഴുതുമ്പം മാക്സിമം ഒരു പേജ് തന്നെ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നോക്കുമ്പം റിപ്പീറ്റ് ആയിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ടെക്സ്റ്റ് ഫുള്ള് പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് കൂടെ നിങ്ങളുടെ പഠനം വിപുലീകരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ എ കമ്പനി. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സും സെക്കൻഡറി സ്റ്റേക്ക് ഹോൾഡേഴ്സും. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് എഴുതാൻ പറ്റും. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ കോർപ്പറേറ്റ് ഗവേണൻസ് എൻഹാൻസസ് അക്കൗണ്ടബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നൊരു കോൺസെപ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി മീൻസ് റെസ്പോൺസിബിലിറ്റി, അത് എത്രത്തോളം എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനോടുകൂടി ആര് റെസ്പോൺസിബിൾ ആയിരിക്കും? മാനേജ്മെൻറ്റ് റെസ്പോൺസിബിൾ ആയിരിക്കും. ഒരു കമ്പനിക്ക് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് തീർച്ചയായിട്ടും അക്കൗണ്ടബിളും ആയിരിക്കും. സോ ആ ഒരു പോയിൻറ്റ്സ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ അതൊരു ജനറൽ ടോപ്പിക് ആൻസർ ചെയ്യുന്നത് പോലെ തന്നെ എഴുതുക. ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് നോക്കിയിട്ട് പഠിക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഏജൻസി തിയറി ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ തിയറീസ് ആൻഡ് തിയറീസ് ഓഫ് കോർപ്പറേറ്റ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് പഠിക്കുന്നുണ്ട്. അതിനകത്തുള്ള ഏജൻസി തിയറിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി വെക്കുക. 2 വെയിറ്റേജിനാണെങ്കിലും മാക്സിമം എഴുതി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ആസ് പെർ ദ കമ്പനീസ് ആക്ട് പ്രകാരം വിച്ച് ടൈപ്പ് കമ്പനി സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് മാൻഡേറ്ററി. അതായത് ഏത് ടൈപ്പ് കമ്പനികൾക്കാണ് സെക്രട്ടറി ഓഡിറ്റ് മാൻഡേറ്ററി ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ നോളജ് വർക്കേഴ്സ്. നമുക്കറിയാം വർക്കേഴ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. നോളജ് വർക്കേഴ്സ് ഉണ്ട്, നോർമൽ അവരുടെ സ്കിൽ വർക്കേഴ്സൊക്കെ ഉണ്ട്. നോളജ് വർക്കേഴ്സ് എന്നൊക്കെ പറയുമ്പം ടീച്ചേഴ്സ് കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് അവരുടെ നോളജ് ഉപയോഗിച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. കമ്പയറിങ് ടു അതർ വർക്കേഴ്സ് നോളജ് വർക്കേഴ്സിന് എന്ത് കൂടുതലായിരിക്കും? സാലറി കൂടുതലായിരിക്കും. അതിന് എക്സാമ്പിൾ പറയാം, ടീച്ചേഴ്സ് പറയാം, ഡോക്ടേഴ്സ് പറയാം. ഇവരൊക്കെ ഒരു പ്രൊഫഷണലി നോളജ് ഉള്ള ആളുകളായിരിക്കും. ഈ നോളജ് യൂസ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നതും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ വർക്ക് പ്ലേസ് ഇഷ്യൂസ് ഇൻവോൾവിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഒരു കമ്പനീൻ്റെ കൾച്ചറൽ ഡൈവേഴ്സിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയ കൂടെ നോക്കുക. പിന്നെ പറയുന്നത് വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റീസ് ഓഫ് ദ ബോർഡ് ഇൻ എ കമ്പനി. നമ്മൾ കമ്മിറ്റീസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ സെക്ഷൻ ബി 3 വെയിറ്റേജ് ആണ്. നമ്മളിപ്പോൾ 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിലേതെങ്കിലും 4 എണ്ണം മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. വെറുതെ എല്ലാം കൂടെ അറ്റൻഡ് ചെയ്ത് ടൈം കളയരുത്. പിന്നെ സെക്ഷൻ ബി 3 വെയിറ്റേജ് ആണ്. അതിനകത്ത് 4 എണ്ണം എഴുതിയാൽ മതി. അതിനകത്തേക്ക് വരുമ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് റോൾ ഓഫ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് എ കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ആദ്യം എഴുതുക. ഒരു ഓർഗനൈസേഷനിൽ കമ്മ്യൂണിക്കേഷനുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് എഴുതുക. ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് എഴുതി വെക്കുക. ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കൻസ് എല്ലാം എഴുതിക്കൊണ്ട് ഈ ആൻസർ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസും പിന്നെ ഒരു വീഡിയോയിൽ എസ്സേ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പവേഴ്സ് ഓഫ് നാഷണൽ ലോ ട്രിബ്യൂണൽ ആണ്. അപ്പോൾ നിങ്ങൾ നാഷണൽ ലോ ട്രിബ്യൂണൽ എന്താണെന്ന് എഴുതുക. അത് നിലവിൽ വന്ന വർഷം, അതിൻ്റെ പവേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, കാര്യങ്ങളെല്ലാം എഴുതിക്കൊണ്ട് ഒരു ഡീറ്റെയിൽ നോട്ട് തന്നെ ഇതാക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് എ നോട്ട് ഓൺ ഇനീഷ്യേറ്റീവ് ടുവേർഡ്സ് ഗ്രീൻ ഗവേണൻസ് ഇൻ ഇന്ത്യ. ഗ്രീൻ ഗവേണൻസ് കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അതിന് ഇന്ത്യയിൽ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് എഴുതുക. അപ്പം നിങ്ങൾ ഗ്രീൻ ഗവേണൻസ് എന്താണെന്ന് എഴുതുക, അതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് എഴുതുക. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. നമ്മൾ ആൻസർ ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ആൻസറും ഇൻക്ലൂഡ് ചെയ്യാം.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് IFRS. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ IFRS എന്താണെന്നൊരു നോട്ട് കൊടുക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസും ഫീച്ചേഴ്സും ഒക്കെ കൂടെ കൊടുത്തിട്ട് ഒരു 2 പേജിൽ നിങ്ങൾ ഈ ഒരു 3 വെയിറ്റേജിന് ആൻസർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്താണെന്ന് എഴുതുക. ഒരു ഓർഗനൈസേഷനിൽ ആളുകൾക്ക് കൾച്ചറലി ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ആ ഓർഗനൈസേഷനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ പോയിൻറ്റ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ചെയ്യുക, പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ കോമ്പണൻസ് ഓഫ് എ കോർപ്പറേറ്റ് കൾച്ചർ. അപ്പോൾ നമ്മളിപ്പം എന്താണ് കൾച്ചർ, എന്താണ് കോർപ്പറേറ്റ് കൾച്ചർ ഡൈവേഴ്സിറ്റി ഒക്കെ നമ്മൾ പഠിച്ചു. സോ കോർപ്പറേറ്റ് കൾച്ചറിൻ്റെ കോമ്പണൻസ് ആണ് അടുത്ത 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സോ അതും നിങ്ങൾ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആൻസർ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസ് പെർ സെബി നോംസ് ഒരു കമ്പനിയിൽ എങ്ങനെയാണ് ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യുക, ഓഡിറ്റ് കമ്മിറ്റീൻ്റെ പവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ ആദ്യം തന്നെ സെബി അനുസരിച്ചിട്ട് ഒരു കമ്പനിക്ക് ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യാനുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളുമാണ് എഴുതേണ്ടത്. പിന്നെ ഓഡിറ്റ് കമ്മിറ്റീൻ്റെ ഫംഗ്ഷൻസ്, പവേഴ്സ്, എന്താണ് ഓഡിറ്റ് കമ്മിറ്റി എന്നുള്ള രീതിയിലേക്ക് ആൻസറിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എഴുതുക. അടുത്തതെന്ന് പറയുന്നത് എസ്സേ പാർട്ടാണ്. എസ്സേ പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ആൻസർ ഇത് തന്നെയാണ്, എസ്സേ ആൻസറാണ്. ഒരു 3 പേജിൽ കൂടുതലാക്കി തന്നെ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബിസിനസ് എത്തിക്സ് എന്നാണ്, ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നാണ്. ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൊഡ്യൂൾ എസ്സേ ചാപ്റ്റർ ആണെന്ന്. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ആ ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എസ്സേ ക്വസ്റ്റ്യനും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറും. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബിസിനസ് എത്തിക്സിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫീച്ചേഴ്സ്, എലമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് എത്തിക്സിനെ പറ്റി അറിയുന്ന എല്ലാ പോയിൻറ്റ്സും വെച്ചുകൊണ്ട് തന്നെ എസ്സേ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് എസ്സേ ആണ്. സോ ബിസിനസ് എത്തിക്സ് എന്നൊരു എസ്സേ വന്നു എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം, ബിസിനസ് എത്തിക്സിനെ പറ്റി അറിയുന്ന എല്ലാ കാര്യങ്ങളും എസ്സേയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ആർ ദ വേരിയസ് കമ്മിറ്റീസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ. അത് നമുക്കൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഉണ്ട്, തിയറീസ് ആൻഡ് കമ്മിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ തന്നെ ഉണ്ട്. സോ ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന കമ്മിറ്റീസ് ഏതാണ്, അത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു പോവുക. അതിൻ്റെ പോയിൻറ്റ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ ഇയർ തുടങ്ങി ഓരോ കമ്മിറ്റി പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്തു പോവുക. കാരണം എസ്സേ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന 2 എസ്സേ അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ കമ്മിറ്റീസ് ഡിഫിക്കൽട്ട് ആണെങ്കിൽ നിങ്ങൾ ബിസിനസ് എത്തിക്സും വേറെ ചോദിച്ചിട്ടുള്ളതിൽ എളുപ്പമായിട്ട് തോന്നുന്ന എസ്സേ ക്വസ്റ്റ്യനും കൂടെ അറ്റൻഡ് ചെയ്യുക. കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ടോപ്പിക് എപ്പോഴും നമ്മൾ എസ്സേ അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യ. ഇതും ടെക്സ്റ്റിൽ എസ്സേ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ അത് നിങ്ങൾ എഴുതുമ്പോഴും കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് എഴുതുക, ഇന്ത്യയിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ഒരു ചാർട്ട് എങ്ങനെയാണെന്ന് എഴുതുക, അതിൻ്റെ ഫ്രെയിംവർക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള രീതിയിൽ ഇൻക്ലൂഡ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ്. ഏതൊരു സിസ്റ്റത്തിനും അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സും പ്ലസ് ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് ആൻഡ് മൈനസ് എന്തൊരു സിസ്റ്റത്തിനും എന്തൊരു കാര്യത്തിനും ഉണ്ടാവും. സോ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണെന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത്. അതും ഒരു ജനറൽ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് കണ്ടെഴുതാൻ പറ്റുന്നതാണ്. ഇപ്പം ബിസിനസ് എത്തിക്സിനെ പറ്റി ചോദിച്ചതാണെങ്കിലും കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രോബ്ലം ആണെങ്കിലും കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യൻ്റെ ഫ്രെയിംവർക്ക് ആണെങ്കിലും വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നിങ്ങളെ എസ്സേ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ഏത് ക്വസ്റ്റ്യൻ ആണോ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. 2 എണ്ണം എഴുതിയാൽ മതി, 3 പേജിൽ കൂടുതൽ എഴുതുക. ഇതിപ്പോൾ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 വെയിറ്റേജിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറും നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഫ്രൈഡേ ആണ് എക്സാം വരുന്നത്. അതിൻ്റെ മുന്നേ തന്നെയായിട്ട് എക്സാം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിക്ക് ഒരു റിവിഷൻ വീഡിയോ പോലെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കണമെങ്കിൽ നമ്മൾ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഇനി ഏത് ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് വേണ്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.